നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. മയ്യഴിയുടെ എഴുത്തുകാരൻ എം മുകുന്ദൻ്റെ കുട നന്നാക്കുന്ന ചോയി എന്ന നോവലിലെ 1-2 അധ്യായങ്ങൾ കേൾക്കാം. അധ്യായം 1. ചോയിയുടെ കപ്പൽ യാത്ര. കുട നന്നാക്കുന്ന ചോയി ആവിക്കപ്പൽ കയറി കടലിനക്കരെ പോയി. ലിയനാർഡോ എന്നു പേരുള്ള ഒരു ചെറിയ ആവിക്കപ്പലായിരുന്നു അത്. അതിന്മേൽ ഒരു പരന്ത്രീസ് പതാക പാറുന്നുണ്ടായിരുന്നു. കപ്പലുകൾക്ക് വഴി കാണിക്കാൻ മൂപ്പൻ്റെ കുന്നിന് മുകളിൽ ഒരു ലൈറ്റ് ഹൗസ് എല്ലായ്പ്പോഴും ഇരുട്ടിൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കപ്പലുകൾ അപൂർവമായേ ഞങ്ങളുടെ കടലോരത്ത് വന്ന് നങ്കൂരമിട്ട് നിൽക്കാറുള്ളൂ. ആഴക്കുറവ് കാരണം വലിയ കപ്പലുകൾക്ക് അവിടെ നങ്കൂരമിടാൻ കഴിയാറില്ല. വലിയ കപ്പലുകൾക്ക് വലിയ ആഴം ആവശ്യമായിരുന്നു. ഞങ്ങൾ ആഴം കുറഞ്ഞവരായിരുന്നു. ചോയി തൻ്റെ സ്വപ്നഭൂവിലേക്ക് യാത്ര പുറപ്പെട്ടത് മേടമാസത്തിലായതുകൊണ്ട് ഇടവപാതിയുടെ മുന്നോടിയായിട്ടെന്ന വണ്ണം ചക്രവാളത്തിൽ ആകാശവും കടലും ഒന്നിക്കുന്നയിടം കോടമഞ്ഞ് പരന്നതുപോലെ അവ്യക്തമായിരുന്നു. എങ്കിലും മാനത്തു കണ്ട ഒരു വിള്ളലിലൂടെ വെയിൽ കപ്പലിന്മേൽ വീണ് ഒരു റാന്തൽ പോലെ അതിനെ തെളിയിച്ചു. കടലിൻ്റെ ഒരു വശത്ത് വെള്ളത്തിൽ ഉരുകിയ പൊന്നുപോലെ വെയിൽ തിളങ്ങിക്കിടന്നു. അതുകൊണ്ട് കടൽക്കരയിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് കപ്പലിൻ്റെ ഒരു മങ്ങിയ ചിത്രമെങ്കിലും കാണാൻ കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഒരു കപ്പൽ അടുത്തുനിന്നു കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ദൂരെ നിന്നുകൊണ്ടാണ് എല്ലാം കണ്ടത്. ദൂരെ നങ്കൂരമിട്ടിരിക്കുന്ന ആ കപ്പലിനെ നോക്കി കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ. എനിക്കപ്പോൾ ഏകദേശം 14 വയസ്സായിരുന്നു. കപ്പലിൽ നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് 2 തവണ കപ്പലിൽ നിന്ന് ചൂളം വിളിയും ഉയർന്നു. കപ്പലുകളും തീവണ്ടികളും എനിക്കെപ്പോഴും ഒരു കൗതുകമാണ്. അവയെ നോക്കി നിൽക്കുമ്പോൾ എന്തുകൊണ്ടോ എൻ്റെ നെഞ്ച് മിടിക്കും. അറിയപ്പെടാത്ത ഏതൊക്കെയോ വിദൂര പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവയാണ് കപ്പലുകളും തീവണ്ടികളും. തീവണ്ടി കാണുമ്പോഴാണ് ദൂരെ വേറെ നാടുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുക. ദൂരം എന്ന വാക്കിൻ്റെ പര്യായമാണ് തീവണ്ടി എന്ന് ഒരിക്കൽ ക്ലാസ്സിൽ വെച്ചെഴുതിയ ഒരു പ്രബന്ധത്തിൽ ഞാൻ പറയുകയുണ്ടായി. എടാ, ഇനി വലുതായാൽ ക്ലാർക്കോ കമ്പശിപ്പായിയോ ഒന്നും ആകില്ല. ഇനി വലിയ സാഹിത്യകാരനാകും. ഞാൻ പ്രബന്ധത്തിൽ എഴുതിയത് വായിച്ച് വിദ്വാൻ കുഞ്ഞിരാമൻ മാഷ് പറഞ്ഞു. കുട്ടിക്കാലത്ത് ചോയിയെപ്പോലെ ഒരു കുടപ്പണിക്കാരനാകാനായിരുന്നു എനിക്കിഷ്ടം. വേണമെങ്കിൽ കുട നന്നാക്കുന്ന സാഹിത്യകാരൻ ആകാം. കുട വിട്ടുള്ള ഒരു കളിയിലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞാനൊന്നും ഉരിയാടിയില്ല. ആ കപ്പലിൽ വെറുതെയൊന്ന് കയറാൻ എനിക്ക് എന്തൊരു ആശയായിരുന്നു. എനിക്കതിന് കഴിയുകയില്ലല്ലോ. ഇതുവരെ ഒരു കാര്യത്തിലും ആരോടും അസൂയ തോന്നിയിട്ടില്ലാത്ത എനിക്ക് ചോയിയോട് കഠിനമായ അസൂയ തോന്നി. കപ്പലിൽ യാത്ര ചെയ്യാൻ വലിയ പണക്കാരനൊന്നും ആകേണ്ട, അരസായവോ കുടപ്പണിക്കാരനോ ആയാൽ മതിയെന്ന ഒരു പുതിയ അറിവ് ഞാൻ സമ്പാദിക്കുകയും ചെയ്തു. ഇതുവരെ ഞാൻ നിരീക്ഷിച്ചത് കപ്പലിൽ കയറി പോകണമെങ്കിൽ കോട്ടും തൊപ്പിയും ധരിക്കണം എന്നായിരുന്നു. എൻ്റെ നാട്ടിലെ ധ്വരമാർ അത്തരം വേഷം ധരിച്ചുകൊണ്ടാണ് എപ്പോഴും കടലിലൂടെ യാത്ര ചെയ്തത്. തൊപ്പിയും കാൽസരായിയും ധരിച്ചിട്ടുള്ളവർ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പതിവായി തീവണ്ടിയിൽ പോകുകയും വരികയും ചെയ്യുന്നവരിൽ ഏറെയും ഒറ്റമുണ്ടും കോറത്തുണി കൊണ്ടുള്ള ഷർട്ടും ധരിച്ച ചോയിയെപ്പോലുള്ള സാധാരണക്കാരനായിരുന്നു. ഒരിക്കൽ ഒരു തോർത്തുമാത്രം അരയിൽ ചുറ്റി ചുമലിൽ ഒരു നേന്ത്രവാഴക്കുലിയുമായി വണ്ടിയിൽ കയറുന്ന ഒരു കൃഷിക്കാരനെയും ഞാൻ കണ്ടിരുന്നു. പക്ഷെ ചോയി കപ്പൽ കയറി പോയതോടെ കോട്ടും തൊപ്പിയും ധരിച്ചവർക്ക് മാത്രമേ കപ്പലിൽ പ്രവേശനമുള്ളൂ എന്ന എൻ്റെ ധാരണ തകിടം മറഞ്ഞു. കപ്പലിൽ കയറുവാൻ തോണിയിൽ പോകണം. തോണി കപ്പലിൻ്റെ വശത്ത് എത്തി തൊട്ടുരുമി നിൽക്കുമ്പോൾ വെള്ളത്തിലേക്കു താഴ്ത്തിയിട്ടിരിക്കുന്ന മരപ്പാലത്തിലൂടെ അതിൻ്റെ ഇരുവശത്തുമുള്ള തുരുമ്പ് പിടിച്ച ചങ്ങലയിൽ പിടിച്ചു നടന്നു വേണം ഡെക്കിൽ കയറാൻ. അന്തോണി സാഹിബ് മാഷാണ് അയാളുടെ ശിഷ്യന്മാരായ ഞങ്ങൾ കുട്ടികൾക്ക് അത് പറഞ്ഞു തന്നത്. മക്കളും ബന്ധുക്കളുമായി പലരും ഫ്രാൻസിലുള്ളതുകൊണ്ട് അയാൾ പലതവണ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ എവിടെ പോയാലും ഒരു അടയ്ക്ക പക്ഷി അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയാൾ മടങ്ങിയെത്തും. അന്തോണി സാഹിബ് മാഷ് അരസായുവാണ്. മുഴു സാഹിബ്മാരും അരസായുവുമാരും ഉള്ളതുപോലെ 3/4 സാഹിബുമാരും 1.5 സാഹിബുമാരും ഉണ്ടോ? ആർക്കറിയാം. യാത്ര പറയുന്നതിന് മുൻപ് കടൽക്കരയിൽ നിൽക്കുന്ന ബന്ധുക്കളിലും നാട്ടുകാരിലും ചോയിയുടെ കണ്ണുകൾ പതിഞ്ഞു. അയാളുടെ അച്ഛൻ കൊപ്പരക്കാരൻ്റെ അവിടെ കുഞ്ഞമ്പൂവും മൂത്ത കാരണവർ കക്കോയിൽ തോലനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. മുച്ചെറിയൻ കോരനും പത്രാസുകാരൻ പത്രൂസും നൂറുകുമാരനും പരസ്പരം തോളിൽ കൈയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നാട്ടിൽ എന്ത് വിശേഷമുണ്ടാകുമ്പോഴും ആ 3 ചങ്ങാതിമാരായിരിക്കും ആദ്യം അവിടെ എത്തുക. സഹായി ഗോപാലനും അവിടെ നിന്നിരുന്നു. ഞങ്ങളുടെ ജനപ്രതിനിധി തായക്കണ്ടി കണ്ണൻ്റെ സഹായിയാണ് അയാൾ. പുള്ളി ബ്ലൗസും കരയുള്ള ചേലയും ധരിച്ച് മാധവി അമ്മായിയും ആൾക്കൂട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. ചുവന്ന തൊപ്പി വച്ച വളവിൽ ആന്റണി പോലീസ് കയ്യിൽ ലാത്തിയുമായി അവിടെ ചുറ്റിപ്പറ്റി നിന്നു. 3-4 ചട്ടക്കാരെയും കണ്ടു. ആ അരസായവുമാർ ചോയിയെ യാത്ര അയക്കുവാൻ വന്നതായിരിക്കാൻ ഇടയില്ല. ചോയിക്ക് അവരുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല. അവരിൽ ചിലർ മഴക്കാലത്ത് കുട നന്നാക്കാൻ അയാളുടെ അടുത്ത് വരാറുണ്ട് എന്നു മാത്രം.
കുട നന്നാക്കി കൊടുത്താൽ ചോദിച്ചതിൽ കൂടുതൽ പൈസ കൊടുക്കും. ബാക്കി ചില്ലറ കൊടുക്കാനുണ്ടെങ്കിൽ അവരത് വാങ്ങുകയില്ല. അരസായിബുമാർ ഉദാരമതികളാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ചോയ്ക്ക് അവരിൽ ആരുടെയും പേര് പോലും അറിയില്ല. അവരിൽ ആരോ ഒരാൾ അഗസ്തീൻ ആണെന്ന് മാത്രം അയാൾക്കറിയാം. ചോയിയുടെ കണ്ണുകൾ ആരെയോ തിരഞ്ഞു. അത് ഞാനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കുഞ്ഞിക്കുനിയിൽ അമ്പൂട്ടിയുടെ മകൻ മാധവനെ അയാൾ എന്തിനു തിരയണം? മാത്രമല്ല, ഇനിയും എനിക്ക് 14 വയസ്സ് തികഞ്ഞിട്ടില്ല. പലരുടെയും മുഖത്തുകൂടെ സഞ്ചരിച്ച ശേഷം അയാളുടെ നോട്ടം എൻ്റെ മേൽ പതിഞ്ഞു. ഞാൻ പിഞ്ഞിയ ഒരു വെള്ള ട്രൗസറും ചുളിഞ്ഞ ഒരു വരയൻ ഷർട്ടുമാണ് ഇട്ടിരുന്നത്. മുടി നടുവേ പകുത്ത് വശത്തേക്ക് ചീകി വെച്ചിരുന്നു. കുളിക്കുന്നതിന് മുൻപ് അമ്മ തലയിൽ നന്നായി വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് കടൽക്കാറ്റിലും മുടി പാറാതെ ഒതുങ്ങി നിന്നു. ചോയിയുടെ നോട്ടം എൻ്റെ മുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആരെങ്കിലും അങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേവലാതി അനുഭവപ്പെടും. മാധവ, ആടെ നിൽക്ക്, എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കരയിലേക്ക് വീശുന്ന കാറ്റിനോടൊപ്പം ചോയി എൻ്റെ നേരെ നടന്നു വന്നു. അയാൾ പതിവ് പോലെ കരയുള്ള മുണ്ട് ഞെരിയാണിക്ക് മുകളിൽ കയറ്റി ഉടുത്തിരുന്നു. കോറത്തുണി കൊണ്ട് തുന്നിയ കൈകളില്ലാത്ത ഒരു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. കാതുകളിൽ കടുക്കനുണ്ടായിരുന്നു. ചോയിയിൽ ആകെ കണ്ടതായ ഒരു മാറ്റം അയാളുടെ കാലിലെ ചെരുപ്പായിരുന്നു. പഴയ ടയർ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു ആ ചെരുപ്പ്. അതിൽ കടപ്പുറത്തെ പൂഴി പറ്റിപ്പിടിച്ചിരുന്നു. ഞാൻ അയാളെ ചെരുപ്പിട്ട് ആദ്യമായി കാണുകയാണ്. എനിക്കിതുവരെ ചെരുപ്പിട്ട് നടക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അയാൾക്ക് എന്നെക്കൊണ്ട് എന്തു കാര്യം? ഞാൻ സ്വയം ചോദിച്ചു. കടപ്പുറത്ത് മുതിർന്ന ആളുകൾ നിൽപ്പില്ലേ? പ്രമാണിമാരായ വിദ്വാൻ കുഞ്ഞിരാമൻ മാഷെ പോലുള്ള പലരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരിൽ ആരെയെങ്കിലുമല്ലേ അയാൾ വിളിക്കേണ്ടത്? വരുന്ന കള്ളക്കർക്കിടകത്തിൽ 14 വയസ്സ് തികയുന്ന കുട്ടിയായ എന്നെക്കൊണ്ട് അയാൾക്ക് എന്തു കാര്യം? ചോയി എൻ്റെ അടുത്ത് വന്നു നിന്നു. അയാൾ റെക്സോണ സോപ്പ് തേച്ച് കുളിച്ചിരുന്നു. അയാളിൽ അതിൻ്റെ മണം ഞാനറിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ലൈഫ് ബോയ് സോപ്പാണ് വാങ്ങുക. ഞങ്ങൾ കുട്ടികളുടെ കാലിലെ ചൊറുക്കി അത് നല്ലതാണെന്ന് അച്ഛൻ പറയും. അതില്ലേ, അതിൻ്റെ അച്ഛൻ വെറുതെ പറയുക. റെക്സോണ സോപ്പ് വേഗം അലിഞ്ഞു തീർന്നു പോകും. അതുകൊണ്ടാ എൻ്റെ അച്ഛൻ അത് മേടിക്കാത്തത്. അമ്മ ഒച്ച താഴ്ത്തി എന്നോട് പറയും. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. കൊപ്പര മുതലാളി വണ്ടിപ്പറമ്പിൽ കുഞ്ഞിക്കണ്ണനെ പോലെ നാടാകെ പറമ്പും തെങ്ങുമില്ലെങ്കിലും ദാരിദ്ര്യമുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ ഒരു പ്രമാണിയായിരുന്നു. ദരിദ്രനായ പ്രമാണി. അച്ഛൻ നടന്നു വരുന്നത് കണ്ടാൽ ആരും മടക്കി കുത്തിയ മുണ്ട് താഴ്ത്തിയിട്ടു പോകും. ഞാൻ കടൽ കടന്നു പോകുക. ചിലപ്പോൾ പൈസക്കാരനായിട്ട് മടങ്ങി വരും. ചിലപ്പോൾ ആടക്കിടന്ന് ചത്തൂന്ന് വരാം. നിങ്ങൾ പോയാൽ ആരാ കുട നന്നാക്കുക? അതെൻ്റെ ചോദ്യം മാത്രമായിരുന്നില്ല. ഒരുപാട് പേരുടെ മനസ്സിൽ ആ ചോദ്യം തികട്ടി വരുന്നുണ്ടായിരുന്നു. നാട്ടിൽ പുത്തൻ കുടകളേക്കാൾ പൊട്ടിയ കുടകളാണുള്ളത്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു വൈദ്യനെ പോലെയും ഒരു തയ്യൽക്കാരനെ പോലെയും ഒരു കുട നന്നാക്കുന്നവനെയും ആവശ്യമുണ്ടായിരുന്നു. കുഞ്ഞിക്കോരൻ വൈദ്യരായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ നാട്ടുവൈദ്യൻ. കേളൻ മേസ്ത്രിയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ തുന്നൽക്കാരൻ. കുഞ്ഞിക്കുട്ടി സറാപ്പായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ സ്വർണ്ണപ്പണിക്കാരൻ. ഞങ്ങളുടെ നാട്ടിൽ കുട നന്നാക്കുന്ന വേറെ ആളില്ലായിരുന്നു. ചോയി പോയാൽ നാട്ടുകാരെന്തു ചെയ്യും? കുടയുടെ വില്ല് പൊട്ടിയാൽ ആർ നന്നാക്കും? എവിടെ പോയി നന്നാക്കും? കടപ്പുറത്ത് കപ്പൽ നോക്കി നിൽക്കുന്ന കേളൻ മേസ്ത്രിയുടെ മനസ്സിലും ആ ചോദ്യം തന്നെയായിരുന്നു. ചെറിയത്ത് മണ്ടോളയിലെ തിറയുത്സവത്തിന് രാധയ്ക്ക് പാവാടയും ബ്ലൗസും എനിക്ക് കളസവും ഷർട്ടും തയ്ച്ചു തരുന്നത് അയാളായിരുന്നു. കഴിഞ്ഞു തിറക്കി കളസത്തിന് അച്ഛൻ വാങ്ങിത്തന്നത് കാക്കി തുണിയാണ്. കാക്കി കളസമിട്ട് സ്കൂളിൽ പോയ ദിവസം ചങ്ങാതിമാർ എന്നെ മക്കാറാക്കി. ദാ വരുന്ന് കുട്ടി പോലീസ്. ഒരൊറ്റമുണ്ട് മാത്രമെടുത്ത് ചുമലിൽ തോർത്തുമായാണ് മേസ്ത്രി പുറത്തിറങ്ങുക. അയാൾ ഷർട്ടിടാറില്ല. മേസ്ത്രിയെപ്പോലെ ഷർട്ടിടാതെ നടക്കുന്ന എത്രയോ ആണുങ്ങൾ അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. മുമ്പ് എൻ്റെ അച്ഛനും ഷർട്ടിടാറില്ലായിരുന്നു. മുമ്പ് അച്ഛൻ കുടുമ വച്ചിരുന്നുവെന്ന് ഞാൻ കേട്ടിരുന്നു. ആണുങ്ങളായാൽ തലയിൽ കുടുമ വേണം. താച്ചി പറയാറുണ്ട്. അച്ഛൻ്റെ അമ്മയാണ് താച്ചി. അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പോയാൽ എന്താ കേളൻ മേസ്ത്രി? വേറെ ആരെങ്കിലും വരും ഇങ്ങളെ കുട നന്നാക്കാൻ. ഒരു കുട നന്നാക്കുന്ന ചോയി പോയാൽ മറ്റൊരു കുട നന്നാക്കുന്ന ചോയി വരും. കുട നന്നാക്കുന്നവരുടെ പരമ്പര അന്യം നിന്ന് പോകില്ല. കുടയുള്ള കാലത്തോളം കുട നന്നാക്കുന്നവനും ഉണ്ടാകും. ചോയി പറഞ്ഞതിൻ്റെ അർത്ഥം അതായിരുന്നു. 14 വയസ്സുകാരനാണെങ്കിലും ആ അർത്ഥം എനിക്ക് പിടികിട്ടാതെ പോയില്ല. വിദ്വാൻ കുഞ്ഞിരാമൻ മാഷ്ക്കും അത് മനസ്സിലായി. പട്ടാമ്പിയിൽ നിന്ന് മലയാളം വിദ്വാൻ പരീക്ഷ പാസ്സായ അയാൾ ഞങ്ങളുടെ ഫ്രഞ്ച് സ്കൂളിൽ മലയാളം അധ്യാപകനാണ്. എന്നെ ആ അമ്മ ആ ആന എന്നൊക്കെ പഠിപ്പിച്ചത് കുഞ്ഞിരാമൻ മാഷായിരുന്നു. എന്നെ ആ ബേ സേ ദേ എന്നിങ്ങനെ ഫ്രഞ്ച് അക്ഷരമാല പഠിപ്പിച്ചതാകട്ടെ അന്തോണി സായിഫ് മാഷും. കപ്പൽ കയറി പോകാൻ അന്തോണി സായിഫ് മാഷും കടപ്പുറത്ത് എത്തിയിരുന്നു. മുട്ടോളം എത്തുന്ന ഒരു കളസവും ഇരുവശത്തും കീശകളുള്ള ഷർട്ടും തൊപ്പിയുമായിരുന്നു അയാളുടെ വേഷം.
ഒരു പാവാട പോലെ അയഞ്ഞതായിരുന്നു അയാളുടെ കളസം. അതിനുള്ളിലേക്ക് നനഞ്ഞ കടൽക്കാറ്റ് കയറിയിറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഫ്രാൻസിൽ പോകുന്നത് കുട നന്നാക്കാനാ? ആട ചുവപ്പ് കുട കിട്ടുമോ? എൻ്റെ ഒരു കൊതിയാ ഒരു ചുവപ്പ് കുട ചൂടി നടക്കുകയെന്നത്. ജപ്പാനിലും ചൈനയിലും നിറങ്ങളും പൂക്കളുമുള്ള കുടകളുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എനിക്കതൊന്നും വേണ്ട, ഒരു ചുവപ്പ് കുട മാത്രം മതി. എനിക്കിഷ്ടപ്പെട്ട നിറം ചുവപ്പാണ്. ചുവപ്പ് കാണുമ്പോൾ ഞാൻ ആകെ വിജൃംഭിക്കും. നിങ്ങൾ വരുമ്പോൾ എനിക്കൊരു ചുവപ്പ് കുട കൊണ്ടുത്തരുമോ? കൊണ്ടുത്തരാം, പക്ഷെങ്കിലേ. ചോയ് എൻ്റെ കൈപിടിച്ച് എന്നെ അല്പം ദൂരെ മാറ്റി നിർത്തി. കടൽക്കാറ്റിലും അയാളുടെ ഉള്ളം കൈയിൽ വിയർപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിലേ ഇനി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ ചെറിയ ഞാൻ ഫ്രാൻസിലേക്ക് കപ്പൽ കയറി പോകുന്ന വലിയ ചോയ്ക്ക് എന്തുപകാരം ചെയ്യാനാണ്? ഞാൻ അയാളെ മിഴിച്ചു നോക്കി. ചോയ് ഇപ്പോൾ ഒരു സാധാരണക്കാരനല്ല, കപ്പൽ കയറി പോകുന്ന വലിയ ആളാണ്. പുത്തലങ്കാവിലെ പൂക്കൂട്ടിച്ചാത്തനെയോ ചെറിയത്ത് മണ്ടോളയിലെ അംഗക്കാരനെയോ കാണുന്നത് പോലെയാണ് അയാളെ ഇപ്പോൾ ഈ കുഞ്ഞിക്കുനിയിൽ മാധവൻ കാണുന്നത്. ചോയ് ധരിച്ചിരുന്ന കോറക്കുപ്പായത്തിൻ്റെ ഒരു വശത്ത് തോളിനു താഴെ ഒരു കീശയുണ്ടായിരുന്നു, ഒരു കീറുപോലെ. അയാൾ അതിൽ നിന്ന് ഒരു ചുളുങ്ങിയ വെള്ള ലക്കോട്ട് പുറത്തെടുത്തു. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അയാൾ അത് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. ഞാൻ അപ്പോഴും മിഴിച്ചു നോക്കി. അയാൾ തലകുനിച്ച് എൻ്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അതിൽ പകുതി പോലും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായോ മാധവ? ഞാൻ മിണ്ടാതെ നിന്നു. ഇനി ബുദ്ധിയുള്ളോനാ, നേരും നെറിയുമുള്ളോനാ. അതുകൊണ്ടാ എന്നെ ഇക്കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത്. വേറെ ആരും എനിക്ക് വിശ്വാസമില്ല. ചോയ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ വെള്ള ലെക്കോട്ട് എൻ്റെ ട്രൗസറിൻ്റെ കീശയിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചു. 5-6 മാങ്ങ കൊള്ളുന്ന വലിയ കീശയാണത്. സ്കൂളിൽ പോകുന്ന വഴിയിൽ കുഞ്ഞിക്കോരൻ വൈദ്യരുടെ പറമ്പിലെ മാവിൽ നിന്ന് എറിഞ്ഞു വീഴ്ത്തുന്ന മാങ്ങകൾ ഞാൻ കൊണ്ടു നടക്കുന്നത് ഈ കീശയിലാണ്. ആരെയും കാണിക്കരുത്, ആര് ചോദിച്ചാലും കൊടുക്കരുത്, നല്ലോണം സൂക്ഷിച്ച് വെച്ചോളണം. പൂഴിയിൽ ഒരു ഇരുമ്പ് പെട്ടിയും അതിന്മേൽ ഒരു കുടയും കിടന്നിരുന്നു. പെട്ടിയുടെ പല ഭാഗങ്ങളും തുരുമ്പ് കാർന്നു തിന്നിരുന്നു. ചൊറി പിടിച്ച ഒരു പെട്ടി. അതിൻ്റെ ലൈഫ് ബോയ് സോപ്പ് തേച്ച് കുളിപ്പിക്കണം. അത് ചോയിയുടെ പെട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയും. അയാളുടെ ഒറ്റമുണ്ടും കോറത്തുണി കൊണ്ട് തയ്പ്പിച്ച കൈയില്ലാത്ത ഷർട്ടും ലങ്കോട്ടിയും, പിന്നെ അയാളുടെ ചെല്ലവും. അതിൽ വെറ്റിലയും പുകയിലയും ചുണ്ണാമ്പും ഉണ്ടാകും. ചെറുപ്രായത്തിൽ തന്നെ ചോയ് പുകയില കൂട്ടി മുറുക്കാൻ ശീലിച്ചിരുന്നു. ദാ ഈ കൊട ഇനിയെടുത്തോ. ഞാൻ ഫ്രാൻസിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഒരു പുതിയ ചുവപ്പ് കൊട കൊണ്ടുതരാം. അതുവരെ ഇനി ഇത് ചൂടി സ്കൂളിൽ പോയിക്കോ. വില്ല് പൊട്ടിയാൽ എന്താ ചെയ്യുക? ഈൻ്റെ വില്ല് പൊട്ടൂല്ല. ഇത് ചോയിൻ്റെ കൊടയാ. സ്കൂളിൽ പോകുമ്പോൾ ചൂടാൻ എനിക്കൊരു കുടയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ മുമ്പ് ആകെ ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ. അത് അച്ഛൻ്റെ കുടയായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഉണക്കി അട്ടത്ത് സൂക്ഷിച്ചിരുന്ന കൊപ്പരക്ക് ഇത്തിരി നല്ല വില കിട്ടിയപ്പോൾ അച്ഛൻ എൻ്റെ പെങ്ങളെ രാധയ്ക്ക് ഒരു പുത്തൻ കുട വാങ്ങിക്കൊടുത്തു. വില കുറഞ്ഞ ഒരു കുടയായിരുന്നു അത്. എപ്പോഴും അതിൻ്റെ വില്ല് പൊട്ടും. അച്ഛൻ്റെ കുട പലയിടത്തും കീറിയിരുന്നു. കീറുമ്പോൾ അമ്മ കറുത്ത നൂലുകൊണ്ട് അത് തുന്നിക്കൊടുക്കും. പലപ്പോഴും നനഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ചെന്നു കയറുന്നത്. ചോയിയുടെ കാരണവർ കക്കോയിൽ തോലൻ ഓലക്കുട ചൂടിയാണ് കുംഭവേലിലും ഇടവപ്പാതിക്കും പുറത്തിറങ്ങി നടക്കുക. കക്കോയിൽ തോലൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ആ ഓലക്കുട. ഒരിക്കൽ അരയിൽ ചുറ്റിയ കോറമുണ്ട് മുറുക്കിയെടുക്കാൻ വേണ്ടി ഓലക്കുട നിരത്തിൽ വെച്ചപ്പോൾ എവിടെ നിന്നോ പാഞ്ഞു വന്ന കാറ്റിൽ അത് ഉരുണ്ടുപോയി. അതിൻ്റെ പിറകെ പാഞ്ഞു ചെന്ന മുച്ചിറിയൻ കോരനോട് തോലൻ പറഞ്ഞു, ഡാ ആടെ നിൽക്ക് മുച്ചിറിയ, ഞമ്മളെ കൊടയെടുക്കാൻ ഇനി ആയിട്ടില്ല. അതിനുവേണ്ടി ഇനി പായം വേണ്ട. ഞമ്മളെ കൊട ഞമ്മളെടുക്കും. ചോയ് എനിക്ക് സമ്മാനിച്ചത് ആണുങ്ങൾ ചൂടാറുള്ള വളഞ്ഞ കാലുള്ള ഒരു വലിയ കുടയായിരുന്നു. അതിൻ്റെ തുണി നരച്ചിരുന്നു, എങ്കിലും അതിന് നല്ല ബലമുണ്ടായിരുന്നു. കുട നന്നാക്കുന്ന ആളുടെ കുടയ്ക്ക് എങ്ങനെ ബലക്കുറവ് വരാനാണ്? ഇനി പോയിക്കോ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. എനക്ക് കപ്പൽ പോകുന്നത് കാണണം. കപ്പൽ പോകാൻ മോന്തിയാകും. ഇനി പെരെ പോയിക്കോ. കുട്ടികൾ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീടണയണം. കുട്ടികൾ പക്ഷികളെപ്പോലെയാണ്. രാത്രിയായാലും കപ്പൽ പോകുന്നത് കണ്ടിട്ടേ വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂവെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അച്ഛൻ ശകാരിച്ചാലും വേണ്ടില്ല. കപ്പൽ പോയാലേ ഞാൻ വീട്ടിൽ പോകുകയുള്ളൂ. കപ്പലിൻ്റെ ചൂളം വിളി എനിക്കും കേൾക്കണം. അത് അങ്ങകലെ ആകാശച്ചെരുവിലൂടെ നീങ്ങിപ്പോകുന്നത് എനിക്കു കാണണം. തീവണ്ടികൾ എന്നും കാണാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊച്ചു തീവണ്ടി ആപ്പീസുണ്ട്. അവിടെ പോയി നിന്നാൽ തീവണ്ടികൾ കാണാം. കപ്പൽ അങ്ങനെ കാണാൻ കഴിയുമോ? മങ്ങുന്ന പോക്കുവെയിലിൽ എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു. കപ്പൽ കയറി പോകാൻ വന്നവരും യാത്ര പറയാൻ വന്നവരും കാണികളും എല്ലാവരും. ഞാൻ കുറേ നേരം കാത്തുനിന്നു. ആകാശം ഇരുണ്ടു വന്നു. കടലിൽ കാറ്റും കോളും വരവായി. എനിക്ക് പേടി തോന്നി. പോരേ പോ, ജോയ് കടുപ്പിച്ചു പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഞാൻ പുരിയിൽ തിരികെ പോകാൻ തീരുമാനിച്ചു. എനിക്ക് കപ്പൽ ചക്രവാളത്തിൽ മാഞ്ഞു പോകുന്നത് കാണാൻ ഇനിയും ധാരാളം അവസരം കിട്ടുമല്ലോ. വയസ്സായി മരിക്കാൻ എനിക്കിനിയും 36 കൊല്ലമെങ്കിലും ബാക്കിയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസ്സുണ്ട്. താച്ചിയുടെ തീയൻ
ചന്തുവച്ചാച്ചൻ മരിച്ചത് 50-ാമത്തെ വയസ്സിലാണ്. കേളപ്പമ്മാവൻ മരിച്ചത് 52 വയസ്സിലും. തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ഞാൻ വീട്ടിലേക്കു നടന്നു. മുമ്പിൽ എൻ്റെ ചായുന്ന നീണ്ട നിഴലും അതേപോലെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നത്തൽ മീനുകളെപ്പോലെ മഴത്തുള്ളികൾ തലയിൽ വീണു. ചോയ് നൽകിയ കുട തുറന്നു പിടിച്ച് ഞാൻ ആഹ്ലാദത്തോടെ നടന്നു. അതെൻ്റെ കുടയാണ്. ഇനി സ്കൂളിൽ ഞാൻ നനഞ്ഞു കയറിച്ചില്ല. എനിക്ക് ചോയിയോട് വലിയ സ്നേഹം തോന്നി. നടക്കുന്നതിനിടയിൽ ഞാൻ പലതവണ കളസത്തിൻ്റെ കീശ തപ്പി നോക്കാൻ മറന്നില്ല. കാറ്റടിച്ചാൽ കളസവും അതിനുള്ളിലെ ലെക്കോട്ടും നനയും. അതിലെന്താണുള്ളതെന്ന് അറിയില്ലെങ്കിലും അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ നിമിഷം ചോയി എന്നെ ഏൽപ്പിച്ച ആ ഭാരിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നില്ല. രാത്രി മുട്ടവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് മനപ്പാഠം പഠിക്കുന്ന ഞാൻ ദൂരെ ഇരുട്ടിൽ കപ്പലിൻ്റെ ചൂളംവിളി കേട്ടു. ജാലകം തുറന്ന് പുറത്തു നോക്കി എനിക്ക് ചാണകം പോലുള്ള ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. ക്രമേണ ആ ചൂളംവിളി അകന്നകന്നു പോയി. എല്ലാ കപ്പലുകളും വരുന്നത് പോകാൻ വേണ്ടിയാണ്. ഒരിക്കൽ അങ്ങനെ ഞാൻ സ്കൂൾ മാസികയിൽ എഴുതി. അത് വായിച്ചിട്ട് വിദ്വാൻ കുഞ്ഞിരാമൻ മാഷ് തലകുലുക്കി. സംശയമില്ല, ഇനി വലിയ സാഹിത്യകാരനാകും. അധ്യായം 2. ഒരേ കുടക്കീഴിൽ നടന്നു പോകുന്ന ആങ്ങളയും പെങ്ങളും. ചോയി എനിക്കെന്താ തന്നത്? കൊട. കൊടയോ? പഴയ കൊട. എനക്ക് സ്കൂളിൽ പോകുമ്പോൾ ചൂടാൻ തന്നതാ. വേറൊന്നും തന്നിട്ടില്ലേ? ഇല്ല. നാട്ടുകാർ പറയുന്ന എനിക്ക് വേറെന്തോ തന്നിനീന്ന്. ഞാൻ മിണ്ടിയില്ല. ചില നേരത്ത് മൗനമാണ് നല്ലതെന്ന് 14-ാം വയസ്സിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാനീ നാട്ടിലെ ജനപ്രതിനിധിയാ. ഞാനാ എല്ലാം ആദ്യം അറിയേണ്ടത്. എന്നോട് കളവ് പറയരുത്. ഞാൻ പറഞ്ഞത് സത്യം. ജനപ്രതിനിധി തായക്കണ്ടി കണ്ണൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ണിൽ വീണപ്പോൾ അതേ ഗൗരവത്തോടെ ഞാൻ അങ്ങോട്ടും നോക്കി. കണ്ണൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതും ഞാൻ ശ്രദ്ധിച്ചു. പോയിക്കോ, ജനപ്രതിനിധി പറഞ്ഞു. അയാൾ തല ഡൈ തേച്ചു കറുപ്പിച്ചിരുന്നു. ഷർട്ടിൻ്റെ കീശയിൽ 3 പേനകൾ കുത്തിവെച്ചിരുന്നു. അയാളുടെ അടുത്ത് സഹായി ഗോപാലൻ നിൽപ്പുണ്ട്. അയാൾ കൈയില്ലാത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ചുമലിലെ പേശികൾ വിജൃംഭിച്ചു നിൽക്കുന്നു. ബലമുള്ള ചങ്ക്. സഹായിയെ കാണുന്നവർക്ക് അയാൾ ഒരു കളരി അഭ്യാസിയാണെന്ന് തോന്നും. ഞാൻ ജനപ്രതിനിധിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ വീട്ടിലേക്ക് നടന്നു. ആവിക്കപ്പൽ കയറിപ്പോയ ചോയി എന്നെ ഏൽപ്പിച്ച ലക്കോട്ട് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതിലെന്താണുള്ളതെന്ന് മറ്റെല്ലാവരെയും പോലെ എനിക്കും അറിയില്ല. അവർക്കതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അറിയാൻ അമിതമായ ജിജ്ഞാസയുണ്ടെങ്കിലും എനിക്കതില്ലായിരുന്നു. അങ്ങനെ ആ ജിജ്ഞാസയെ അടയിരുന്ന് പെരിപ്പിച്ചവരിൽ എൻ്റെ നാട്ടിലെ പ്രധാന പൗരന്മാർ മുഴുവനും പെടുന്നു. കാപ്പിക്കാരൻ കേളുവും കേളൻ മേസ്ത്രിയും കുഞ്ഞിക്കുട്ടി സറാപ്പും മുച്ചെറിയൻ കോരനും നൂറുകുമാരനും പത്രാസുകാരൻ പത്രോസും മാധവി അമ്മായിയും എല്ലാവരും പെടുന്നു. വിദ്വാൻ കുഞ്ഞിരാമൻ മാഷ്ക്ക് പോലും തൻ്റെ ജിജ്ഞാസയ്ക്ക് തടയിടുവാൻ കഴിഞ്ഞില്ല. സംസ്കൃത ഭാഷാ പണ്ഡിതനായ വിദ്വാൻ മാഷ് ഞങ്ങളുടെ നാട്ടിലെ ചിന്തകനും സത്യാന്വേഷിയുമായിരുന്നു. അദ്ദേഹത്തിനു പോലും ചോയുടെ നിർബന്ധത്തിന് വഴങ്ങി കപ്പൽ ചൂളം പിടിച്ചു നീങ്ങുന്നത് കാണാൻ കാത്തു നിൽക്കാതെ മങ്ങുന്ന സന്ധ്യാവെളിച്ചത്തിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ദൂരെ എവിടെയോ പെയ്യുന്ന മഴയുടെ തണുപ്പ് കൊക്കിലേന്തി കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. ആദ്യ മഴത്തുള്ളികൾ വീണപ്പോൾ തന്നെ ഞാൻ കുട തുറന്ന് കയ്യിൽ പിടിച്ചു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഒരു കൊല്ലം കൂടി സ്കൂളിൽ പോയാൽ മതി. അതുകഴിഞ്ഞാൽ ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ PUCക്ക് ചേരും. ഇനി എനിക്ക് സ്വന്തം കുട ചൂടി എല്ലായിടത്തും പോകാം. സ്വന്തമായി ഒരു കുട എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഒരു കുട ഇല്ലാത്തത് എനിക്ക് ഒരുപാട് എടങ്ങാറുണ്ടാക്കിയിരുന്നു. ചോയി എൻ്റെ ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ചോയി തന്ന ആ ലെക്കോട്ട് ഒരു ജീവിയും കാണാതെ ഞാൻ സൂക്ഷിച്ചു വെക്കും. ആരെങ്കിലും കണ്ടാൽ തന്നെ അവർക്കത് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുവാൻ സാധിക്കുകയില്ല. ആ ലെക്കോട്ടിനെ ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെ ജീവൻ കൊടുത്തും കാത്തു സൂക്ഷിക്കും. അതിലെന്താണുള്ളതെന്ന് എനിക്കറിയേണ്ട. അത് ചോയിയുടെ ലെക്കോട്ടാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മണ്ണും മരങ്ങളും ആർത്തിയോടെ മഴയെ ഊറ്റി കുടിക്കുന്ന വർഷകാലം. രാവിലെ ഞാനും പെങ്ങളും ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പുറപ്പെടുക. കാരണം ഞങ്ങൾ 2 പേർക്കും ഒരു കുടയേയുണ്ടായിരുന്നുള്ളൂ. അത് രാധയുടെ കുടയായിരുന്നു. ആ കുടയ്ക്കു കീഴിലാണ് പുസ്തകങ്ങളുമേന്തി ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഞങ്ങൾ ഒന്നിച്ചു നടന്നത്. മക്കളെ, മഴ ഇച്ചിരി ചോർന്നിട്ട് പോയിക്കോ. ഈ പേമാരിയിൽ പോയാൽ നിങ്ങൾ നനഞ്ഞു കുളിക്കും. ഒരൊടുക്കത്തെ മഴ. ഇന്നലെ മോന്തിക്ക് പെയ്യാൻ തുടങ്ങിയതല്ലേ ഇത്? അമ്മ പറയും. ഞങ്ങൾക്ക് മഴ കൊണ്ട് നടന്ന് പനി പിടിക്കുമെന്ന് അമ്മ ഭയപ്പെടുന്നു. എനിക്ക് പനി ഇഷ്ടമാണ്. നന്നായി പനിക്കുമ്പോൾ മൂടിപ്പൊതിച്ച് കിടന്ന് സ്വപ്നം കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. കർക്കിടക മാസത്തിൽ ചെമ്പിൽ ചൂടാക്കിയ വെള്ളത്തിൽ കുളിക്കുന്ന സുഖമായും ഞാൻ പനിയെ അറിഞ്ഞിരുന്നു. പള്ളി മൈതാനത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് വഴിപിരിയേണ്ടി വരും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്കൂൾ വെവ്വേറെയാണ്. എന്തിനാണ് ഇങ്ങനെ വേറെ വേറെ സ്കൂൾ? എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിച്ചുകൂടെ? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമായിരുന്നു അത്. ഇനി ഓടിപ്പോ.
രാധ എന്നെ മഴയത്ത് ഉപേക്ഷിച്ച് കുടയും കൊണ്ട് അവളുടെ സ്കൂളിലേക്ക് പോകും. എന്നെ എൻ്റെ സ്കൂളിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ അവൾ ഒരിക്കലും അനുസരിക്കുകയില്ല. അയ്യോ, ആൺകുട്ടികളുടെ സ്കൂളിലേക്ക് ഞാനില്ല. ഓലെന്താ എന്നെ പിടിച്ചു തിന്നുവോ? ഞാനില്ല മാധവ. അവൾ എന്നെ മഴയത്ത് നിർത്തി കുടയും ചൂടി പത്രാസിൽ നടന്നു പോകും. അപ്പോൾ ഞാൻ കണ്ട ഏറ്റവും സുന്ദരമായൊരു സ്വപ്നമായിരുന്നു എനിക്ക് സ്വന്തമായി ഒരു കുട. ആരെയും മുലാശിക്കാതെ എനിക്ക് തോന്നിയിടത്ത് എൻ്റെ കുടയും ചൂടി പോകാമല്ലോ. ആ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ചോയിയോട് എനിക്ക് കപ്പലോളം കടലോളം നന്ദി തോന്നി. മഴയും കുടയും എൻ്റെ ബാല്യകാലത്തിലെ കഥാപാത്രങ്ങളാണ്. മുതിർന്ന കാലത്തെ കഥാപാത്രങ്ങളോ? ഓ, അതിന് ഞാൻ ഇനിയും മുതിർന്നിട്ടില്ലല്ലോ. എനിക്ക് താടിയും മീശയും വളർന്നിട്ടില്ലല്ലോ. മുതിർന്നവർക്ക് അത് രണ്ടും ഉണ്ടാകും. തലേന്ന് രാത്രി കാറ്റും ഇടിയും മഴയും ഒന്നിച്ചാണ് വന്നത്. പാതിരാവിൽ ബൈബിളിലെ പ്രളയത്തിലേക്കാണ് ഞാൻ കണ്ണു തുറന്നത്. കാറ്റിൽ കൊന്നമരത്തിലെ കൂട് നിലംപതിച്ചപ്പോൾ അതിനുള്ളിലെ അടയ്ക്കാപ്പക്ഷികൾ തൊണ്ടയിൽ കുടുങ്ങിയ രോദനത്തോടെ പറന്ന് എൻ്റെ ജാലകത്തിൽ തട്ടി വീണു. നിരത്തുവിളക്കുകൾ എണ്ണ വറ്റി കരിന്തിരി കത്തിക്കെട്ടിരുന്നു. 9 മണി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും ഇരുട്ടായിരിക്കും. അച്ഛൻ വിളക്കൂതിക്കെടുത്തും. മണ്ണെണ്ണയ്ക്ക് റേഷനാണ്, കരിഞ്ചന്തയിൽ കിട്ടും, പക്ഷേ ഇരട്ടി വിലയാണ്. നോവൽ വായനയിൽ മുഴുകിയ ഞാൻ അച്ഛാ വിളക്ക് കെടുത്തല്ലേ എന്ന് കെഞ്ചുമ്പോൾ ഉറങ്ങാൻ എന്തിനാടാ വെളിച്ചം എന്നാണ് അച്ഛൻ മറുപടി പറയുക. എനിക്ക് വായിക്കാൻ മാത്രമല്ല ഉറങ്ങാനും വെളിച്ചം വേണം. ഇരുട്ടിനെ അത്രയധികം പേടിയായിരുന്നു ഈയുള്ളവന്. അർദ്ധരാത്രി എപ്പോഴെങ്കിലും മൂത്രശങ്കയോടെ ഉണരുമ്പോൾ വെളിച്ചമില്ലെങ്കിൽ ഭയത്താൽ ഞാൻ കിടുകിടുക്കും. മൂത്രമൊഴിക്കാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങണം. അവിടെ കൂരിരുട്ടും മഴയുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ജാലകത്തിൽ കയറി നിന്ന് അതിൻ്റെ അഴികൾക്കിടയിലൂടെ പുറത്തേക്ക് മൂത്രമൊഴിക്കും. ഞാനും പെങ്ങൾ രാധയും ഒരേ മുറിയിൽ ചാണകമെഴുതിയ നിലത്ത് പായ വിരിച്ച് അതിലാണ് കിടക്കുക. ഞാൻ അമ്മേനോട് പറയും, നോക്കിക്കോ. എന്താ ഇനി പറയുക? ഇനി ജാലകത്തിന്മേൽ കയറി നിന്നിട്ട് പീത്തിയത്. അത് മയത്ത് പുറത്തു പോകാൻ പേടിയായിട്ടാ. മഴയില്ലാത്തപ്പോൾ ഇനി ജാലകത്തിൽ കയറി നിന്നിട്ട് പീതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 10-14 വയസ്സായി എനിക്ക്. എന്നിട്ടാ ഇങ്ങനെ. ആരും കേൾക്കണ്ട, കുറച്ചില്ല. അങ്ങനെ രാധ പലപ്പോഴും പലതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും അവൾ എനിക്കെതിരായി അച്ഛനോടോ അമ്മയോടോ പരാതി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഏച്ചിയും അനിയനും എന്നതിലേറെ ചങ്ങാതിമാരായിരുന്നു. ഞങ്ങൾ സകല കാര്യങ്ങളും തമ്മിൽ തുറന്നു പറയും. എനിക്ക് രാധയോട് എന്തും പറയാനും ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവളുടെ അലക്കിത്തേച്ച വെളുത്ത പെറ്റിക്കോട്ടിന് പിറകിൽ ചുവന്ന മഷി പുരണ്ടത് കണ്ട് അതെന്താണെന്ന് പരിഭ്രമത്തോട് ചോദിച്ചപ്പോൾ രാധ പറഞ്ഞു, അത് എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഇനി ഇതാരോടും പറയരുത്. അവൾ പോയി പെറ്റിക്കോട്ട് മാറി വന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരേ പായയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ പെങ്ങൾ എനിക്കതിൻ്റെ രഹസ്യം പറഞ്ഞു തന്നു. ജീവിതത്തിൻ്റെ പല നിഗൂഢതകളും ഞാൻ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അന്നു രാധ വെളിപ്പെടുത്തിയ ആ രഹസ്യം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. തുടർന്ന് കുറേ ദിവസം സ്കൂളിൽ പോകുന്ന എല്ലാ പെൺകുട്ടികളുടെയും നിതംബങ്ങളിൽ ചുവന്ന മഷിയുണ്ടോ എന്ന് ഞാൻ രഹസ്യമായി കണ്ണുകൊണ്ട് അന്വേഷിച്ചിരുന്നു. പെങ്ങളുമായി അങ്ങനെയൊരു ആത്മബന്ധമുണ്ടെങ്കിലും ചോയ് തന്ന ലെക്കോട്ടിനെക്കുറിച്ച് മാത്രം ഞാൻ രാധയോട് ഒന്നും പറഞ്ഞില്ല. ഒരു ജീവിയും അറിയരുത് എന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടാണ് ചോയ് അതെൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഞാൻ ഒരിക്കലും വാക്ക് തെറ്റിക്കാറില്ല. അത് ചോയ്ക്ക് അറിയാമായിരിക്കണം. അതുകൊണ്ടല്ലേ കടപ്പുറത്ത് തടിച്ചുകൂടിയ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ തന്നെ തിരഞ്ഞു പിടിച്ചത്. ഇപ്പോഴും ഇര തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ഞാൻ കിടന്ന് പിടയ്ക്കുകയല്ലേ. ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടാത്ത ഒരു ഗുട്ടൻസ് ഉണ്ട്. കടപ്പുറത്ത് ഞാൻ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എനിക്ക് പുറമെ കൊപ്പരക്കാരൻ്റെ അവിടെ കുഞ്ഞമ്പൂവും, കക്കൂയിൽ തോലനും, തപാൽ ശിപ്പായി ആണ്ടിയും, കമ്പിച്ചിപ്പായി കേശവനും, കാപ്പിക്കാരൻ കേളുവും, കേളൻ മേസ്ത്രിയും, മുച്ചിറിയൻ കോരനും, വിദ്വാൻ കുഞ്ഞിരാമൻ മാഷും, മന്തുകാലൻ ഫെർണാണ്ടസും, പത്രാസുകാരൻ പത്രോസും, നൂറുകുമാരനും, മാധവി അമ്മായിയും, അങ്ങനെ എത്രയോ പേർ അവിടെ ഹാജരുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ആരെയും വിശ്വസിക്കാതെ ചോയ് എന്തിന് ലെക്കോട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു. ഒരു ദിവസം ഞാൻ ഒളിപ്പിച്ചു വെച്ച ലെക്കോട്ട് രാധയുടെ കണ്ണിൽപ്പെട്ടു. ലെക്കോട്ടിൽ എന്താടാ? ഒന്നുമില്ല. എന്തോ ഉണ്ട്, ഒരു ചുക്കുമില്ല. ഞാൻ അച്ഛനോടും അമ്മയോടും പറയും. ഇനി നോക്കിക്കോ ചെക്ക. അച്ഛൻ ഇടിച്ച് എൻ്റെ ചന്തിമേലെ തോല് പൊളിക്കും. എന്താ ഇനി പറയാ? ഇനി ലെക്കോട്ടിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. പൈസ? അച്ഛൻ തൊട്ടതിനും തൊടുന്നതിനും എന്നെ കൂട്ടം കൂടും. പക്ഷെ ഒരിക്കലും തല്ലാറില്ലായിരുന്നു. അച്ഛൻ അങ്ങനെ ശകാരിക്കുമ്പോൾ തല്ല് കിട്ടിയതിനേക്കാൾ എനിക്ക് നോവും. ആരും എന്നെ ദേഷ്യപ്പെടുന്നത് എനിക്കിഷ്ടമില്ലായിരുന്നു. ലെക്കോട്ടിനെക്കുറിച്ചുള്ള ചിന്ത എന്നെ വിടാതെ പിന്തുടർന്നു. സ്വന്തമായി ഒരു കുട കിട്ടിയ സന്തോഷത്തിൽ പുരയിലേക്ക് നടക്കുമ്പോൾ ഞാൻ ലെക്കോട്ടിൻ്റെ കാര്യം മറന്നു പോയിരുന്നു. ദൂരെ ചാണകം തേച്ചതുപോലെ ഇരുണ്ട എൻ്റെ പുര കാണാമായിരുന്നു. ചിലപ്പോൾ എൻ്റെ പുര ഇരുട്ടിലിരിക്കുന്ന ഒരാനയെപ്പോലെ തോന്നിക്കും. പെട്ടെന്നാണ് മഴ കനത്തത്. കറുത്ത മഴ കലക്കിയ ചാണകം പോലെ പുരയുടെ ഇറയിൽ നിന്ന് താഴേക്ക് ഒലിച്ചു വീണു. ഇനി ഏടിയടാ സർക്കീറ്റിന് പോയിനി?
മഴ വരുന്നത് കണ്ട് അമ്മ വെളിയിൽ നോക്കി നിൽക്കുകയായിരുന്നു, കുടയില്ലാതെ നനഞ്ഞു വരുന്ന എന്നെ കാത്തുകൊണ്ട്. ഞാൻ കടപ്പുറത്ത് പോയിരുന്നു അമ്മേ. മഴയും കാറ്റും ഉള്ളപ്പോൾ കടപ്പുറത്ത് പോകരുതെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ കുട നന്നാക്കുന്ന ചോയിനെ കാണാൻ പോയതാ. ഓനിപ്പോൾ കടപ്പുറത്തിരുന്നാ കുട നന്നാക്കുന്നത്? ചോയ് കപ്പൽ കയറിപ്പോയമ്മേ. കപ്പൽ കയറിയിട്ട് ഓൻ എവിടെ പോകാനാ? ഫ്രാൻസിൽ പോയി. അപ്പോഴാണ് എൻ്റെ കയ്യിലെ ഇരുട്ടുതുള്ളികൾ ഇറ്റി വീഴുന്ന കുട അമ്മ കണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു. അമ്മ അത് ശ്രദ്ധിച്ചു. ഇത് ആരുടെ കുടയാടാ? ഇത് ചോയിൻ്റെ കുടയാ അമ്മേ. ഓനെന്തിനാ ഇത് എനിക്ക് തന്നത്? കപ്പലിൽ മഴ പെയ്യൂലമ്മേ, ചോയ്ക്കിനി കുട വേണ്ട. ഇനി എന്നെ മക്കാറൊക്കെ ചെക്ക നേര് പറയ്, ഇനി കുട കട്ടതാ? സ്വന്തമായി ഒരു കുടയ്ക്കു വേണ്ടി ഞാൻ പലപ്പോഴും അമ്മയോടും അച്ഛനോടും താണുകേണ് അപേക്ഷിച്ചിരുന്നു. ഒരിക്കൽ നിരാശയുടെ വിരളിയിൽ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, നിങ്ങൾ കുട മേടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ കട്ടുകൊണ്ടുവരും, നോക്കിക്കോ. എൻ്റെ കൈയും കാലും ഞാൻ തച്ചൊടിക്കും. ഒടിച്ചോ, ഞാനും കപ്പൽ കയറിപ്പോകും. അമ്മ വട്ടക്കണ്ണുള്ള ഒരു കൂമനെ പോലെ എന്നെ നോക്കി. അമ്മയിൽ പലതരം പക്ഷികളെ ഞാൻ കാണാറുണ്ട്. കലപില കൂട്ടുന്ന തത്ത, ചരിഞ്ഞു നോക്കുന്ന കാക്ക, കുറുകുറുകുന്ന പ്രാവ്. മഴക്കാലത്ത് കുട കളവ് പോകുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു. നാട്ടുകാർ കുടക്കള്ളന്മാരായി പരസ്പരം കുട മോഷ്ടിക്കും. നൂറുകുമാരൻ കുഞ്ഞിക്കുട്ടി സറാപ്പിൻ്റെ കുട കക്കും. കുഞ്ഞിക്കുട്ടി സറാപ്പ് മുച്ചിറിയൻ കോരൻ്റെ കുട കക്കും. മുച്ചിറിയൻ കോരൻ കേളൻ മേസ്ത്രിയുടെ കുട കക്കും. കേളൻ മേസ്ത്രി പത്രാസുകാരൻ പത്രോസിൻ്റെ കുട കക്കും. അങ്ങനെ നാട്ടുകാർ കുടക്കള്ളന്മാരാകും. ഞാനും ആരുടെയോ കുട കട്ടുകൊണ്ടു വന്നതാണെന്ന് അമ്മ കരുതി. ഞാൻ അമ്മയോട് തർക്കിക്കാൻ നിൽക്കാതെ കുട പൂട്ടി ചേതിയിന്മേൽ വെച്ച് അകത്തേക്കു കയറി. രാധ മുട്ടവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. അവൾ ചന്തക്കാരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അയച്ചുകെട്ടിയ മുടിയിൽ മുട്ടവിളക്കിൻ്റെ ഓറഞ്ച് വെളിച്ചവുമായി ഇരുന്നു വായിക്കുന്ന എൻ്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് ഇത്തിരി ചന്തമുണ്ടെന്ന് അന്നേരം എനിക്ക് തോന്നി. കഞ്ഞി കുടിച്ച് ധൃതിയിൽ പഠിത്തം അവസാനിപ്പിച്ച് വിളക്കൂതിക്കെടുത്തി പായയിൽ പുതിച്ചുമൂടി കിടക്കുമ്പോൾ അവൾ ഇടാ മോനെ എന്ന് വിളിച്ച് എൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. സത്യം പറയ്, ആരുടെ കൊടയാ അത്? ഞാൻ കപ്പൽ കാണാൻ കടപ്പുറത്ത് പോയതും ചോയ് എന്നെ അരികിൽ വിളിച്ച് കുട സമ്മാനിച്ചതും വിശദമായി പറഞ്ഞു. ലക്കോട്ടിൻ്റെ കാര്യം മാത്രം ഒളിച്ചു വെച്ചു. എത്ര പ്രിയപ്പെട്ടവരായാലും ശരി, അവരിൽ നിന്ന് പോലും ചില രഹസ്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. രാധയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. കുട നന്നാക്കുന്ന ചോയ് കപ്പൽ കയറിപ്പോയതുപോലും അവൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എടാ, ഇനി എസ്കേപ്പ് ഒറ്റക്കാടിനെ പോലെ കഥയുണ്ടാക്കി പറയാ? ഇന്നാണ് സത്യം, ഞാൻ പറയുന്നത് കള്ളത്തരമല്ല. ചോയ്ക്കെന്താ പെരാന്താ എനിക്ക് കൊട തരാൻ? ഇനി ആരാ ചോയിൻ്റെ? ഞാൻ നാവ് തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ മിണ്ടാതെ കിടന്നു. ഒരിക്കൽ കൂടി ഞാൻ ട്രൗസറിൻ്റെ കീശയിൽ ഭദ്രമായി വെച്ച ലെക്കോട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അടുക്കളയിൽ അടുപ്പിനരികിൽ ഇരുന്ന് ഉണക്കമുള്ളൻ ചുട്ടത് കൂട്ടി പ്ലാവില കൊണ്ട് കഞ്ഞിക്കോരി കുടിക്കുമ്പോഴും കരിന്തിരി കത്തുന്ന മുട്ടവിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കുമ്പോഴും ഇടയ്ക്കിടെ ഞാൻ കീശ തപ്പി നോക്കിക്കൊണ്ടിരുന്നു. ഉറങ്ങാൻ കിടക്കുന്നതുവരെ ആ ലെക്കോട്ട് സുരക്ഷിതമായി വെക്കാൻ ഒരിടം തേടുകയായിരുന്നു എൻ്റെ മനസ്സ്. അതിന് ഒരിടം കിട്ടാതെ വന്നപ്പോൾ രാധ കാണാതെ ഞാൻ ലെക്കോട്ട് എൻ്റെ എണ്ണമയമുള്ള തലയണയ്ക്കിടയിൽ വെച്ച് അതിന്മേൽ തലയമർത്തി കിടന്നു. തൊട്ടരികിൽ കിടക്കുന്ന പെങ്ങളുടെ തലയണയിൽ എൻ്റേതിനേക്കാൾ എണ്ണ പുരണ്ടിരുന്നു. അവളുടെ തലമുടിയിൽ എപ്പോഴും കരിവേപ്പില ഇട്ട് പൊട്ടിച്ച കാച്ചിയ വെളിച്ചെണ്ണയുടെ മണമുണ്ടാകും. അമ്മ തളത്തിലെ മണ്ണെണ്ണ വിളക്ക് ഊതിക്കെടുത്തിയാൽ ഞങ്ങളുടെ വീടാകെ ഇരുട്ടിലാകും. പുറത്ത് നക്ഷത്ര വെളിച്ചമോ നിലാവെട്ടമോ ഉണ്ടാകും. പക്ഷേ രാത്രി ജനൽ തുറന്നിടാൻ അമ്മ സമ്മതിക്കില്ല. ഇരുട്ടിൽ ജനലരികൾക്കിടയിലൂടെ കരിങ്ങാണിയോ പാമ്പോ കയറി വരും. അങ്ങനെ ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ വളയരപ്പനായിരുന്നു. എങ്കിലും ചെറുതാണെങ്കിലും വളയരപ്പൻ ഒന്ന് കടിച്ചാൽ മതി. ആര് വിചാരിച്ചാലും വിഷമിറങ്ങില്ല. പെരുവണ്ണാൻ വിചാരിച്ചാലും ഇറങ്ങില്ല. കൂർക്കം വലിച്ചുറങ്ങുന്ന താച്ചിയുടെ കട്ടിലിനു ചുവട്ടിൽ നിന്നാണ് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ പാമ്പിനെ കണ്ടെത്തി തച്ചു കൊന്നത്. ഇരുട്ടിൽ രാധയൊന്നും കാണുന്നില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ കേശിയിൽ നിന്ന് എടുത്ത് തലയണയുടെ ചുവട്ടിൽ വെച്ചിരുന്ന ലെക്കോട്ട് പരതി നോക്കി. ഇടയ്ക്കിടെ അത് അവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തിയെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ. കീശയിൽ വെച്ച് കിടന്നാൽ അത് ചളുങ്ങിപ്പോകില്ലേ? അതിൽ പൊട്ടിപ്പോകുന്ന വല്ലതും കാണുമോ? അങ്ങനെ പലതും ആലോചിച്ച് എനിക്ക് ഉറക്കം വന്നില്ല. എങ്ങും നിശബ്ദമായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന അച്ഛനും അമ്മയും സംസാരിക്കുന്നതും അമ്മ ഇടയ്ക്ക് ചിരിക്കുന്നതും കേട്ടു. പിന്നീട് എല്ലായിടത്തും പൂർണ്ണ നിശബ്ദത. പിന്നീട് എപ്പോഴോ ഞാൻ മയങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാൻ ഒരു ആവിക്കപ്പലിൽ കയറി ചോയിയുടെ കപ്പലിനെ പിന്തുടരുന്നത് സ്വപ്നം കണ്ടു. ഉണരുമ്പോൾ മേൽപ്പുരയിലെ ഓടിന്മേൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം കേട്ടു. കോലായിലേക്കുള്ള തുറന്നിട്ട വാതിലിലൂടെ വെളിച്ചവും മഴയും തണുപ്പും അകത്തേക്കു കടന്നു വന്നു. രാധ ഉണർന്ന് എഴുന്നേറ്റു പോയിരുന്നു. എനിക്ക് ലെക്കോട്ടിൻ്റെ ഓർമ്മ വന്നു. ഞാൻ ധൃതിയിൽ തലയണയുടെ അടിയിൽ കൈയോടിച്ചു. ലെക്കോട്ട് അവിടെ തന്നെയുണ്ട്. ആശ്വാസത്തോടെ ഇത്തിരി നേരം കൂടി പുതച്ചു കിടക്കാൻ വേണ്ടി തുനിഞ്ഞ എൻ്റെ അരികിലേക്ക് രാധ പറന്നു വന്നു. അവൾ എൻ്റെ ലെക്കോട്ട് കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ തലയണേൻ്റെ ചോട്ടിൽ ലെക്കോട്ടിൽ എന്താടാ? ഉറക്കത്തിൽ ഇനി ഇടയ്ക്കിടെ തപ്പുന്നത് ഞാൻ കണ്ടതാ. എന്താ ഇനി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അവൾ വീണ്ടും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി.
എനിക്ക് ഞാൻ ഒരു കപ്പലിൽ നിന്നും കടലിലേക്ക് ബ്ലൂം എന്ന് വീണതുപോലെ തോന്നി. നെഞ്ചിൽ ശ്വാസം കട്ട പിടിച്ചു കിടന്നു. എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഇനി ഇപ്പോൾ പരത്തുന്നത് ഞാൻ കണ്ടതല്ലേ. ഒന്നുമില്ല. ഞാൻ അച്ഛനോട് പറയും. രാധ വീണ്ടും ഭീഷണിപ്പെടുത്തി. ഞാൻ മിണ്ടിയില്ല. എനിക്ക് അച്ഛനെ അനുസരിക്കാൻ മാത്രമേ അറിയൂ. അച്ഛൻ വന്ന് ഡാ നിൻ്റെ തലേണേൻ്റെ ചോട്ടിലെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ കുഴങ്ങിപ്പോകും. അച്ഛനോട് സത്യം പറയാൻ കഴിയില്ല, കളവ് പറയാനും കഴിയില്ല. സത്യം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ലക്കോട്ട് തുറന്നു കാണിക്കാനായിരിക്കും. എൻ്റെ കണ്ണിൽ മുളകെഴുതിയാലും അങ്ങനെയുള്ള എന്തു ശിക്ഷ തന്നാലും ചോയ്ക്ക് നൽകിയ വാഗ്ദാനം ഞാൻ ലംഘിക്കില്ല. തീർച്ച.